പത്തനംതിട്ട ജില്ലയിലെ ആങ്ങമൂഴിയിൽ നിന്നുമാണ് ഗവി യാത്ര തുടങ്ങുന്നത്. ആങ്ങമൂഴി ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഗവി ടിക്കറ്റ് കൗണ്ടറിലെത്താം. ഗവി കക്കി ഓൺലൈൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം ഇവിടെ വരാൻ. ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ ടിക്കറ്റ് എൻട്രി ചെയ്യുന്നതിന് മാത്രമായിട്ടുള്ളതാണ്. ഗവിയിൽ ചെന്നിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസിനായി പ്രത്യേക പാക്കേജ് എടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് വഴിയേ പറയാം. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ ഓൺലൈനിൽ നിന്നും എടുത്ത ടിക്കറ്റ് നമ്പരും കാണിച്ച് ഒരു ഫോമും ഫില്ല് ചെയ്താൽ നമുക്ക് പോകാനുള്ള പാസ് കിട്ടും. മുന്നോട്ടുള്ള യാത്രയിൽ ഫുഡ് കിട്ടാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഇവിടെ സൈഡിൽ പൊതിച്ചോറ് വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഫുഡും വാങ്ങി ഞങ്ങൾ യാത്ര തുടങ്ങി. ആങ്ങമൂഴിയിൽ നിന്നും ഗവി റൂട്ടിൽ 4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റിലെത്തും. അവിടെ നമുക്ക് കിട്ടിയ പാസ് കാണിച്ച് എൻട്രി ടൈം രേഖപ്പെടുത്തിയ ശേഷമാണ് യാത്ര തുടരേണ്ടത്. ഇതാണ് നമ്മൾ പാസ് കാണിക്കേണ്ട കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇതേ KSRTC വരുന്നു. കുമ്മളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സാണ്. ഈ റൂട്ടിൽ ദിവസേന 2 സർവീസ് KSRTC നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചു. നേരത്തെ കണ്ട KSRTCയിൽ ഗവിയിലേക്ക് പോകുന്നതിന് രാവിലെ 6:30 പത്തനംതിട്ടയിലോ കുമളിയിലോ എത്തണം. ഇതുപോലെ പ്രൈവറ്റ് വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ വണ്ടി നല്ല കണ്ടീഷനിലാണെന്ന് നോക്കിയ ശേഷം പോവുക. ഇവിടെ നിന്ന് അടുത്ത 90 കിലോമീറ്റർ വരെ നമ്മൾ കാട്ടിലൂടെയാണ് സഞ്ചരിക്കുക. റേഞ്ചും കടകളുമൊന്നും ഉണ്ടാകില്ല. അതുപോലെ ഈ റൂട്ടിൽ ടൂറിസ്റ്റുകൾക്ക് 2 വീലേഴ്സ് അലൗഡല്ല. രാവിലെ 8:30 മുതൽ 11 മണി വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. 90 കിലോമീറ്ററേ ആകെ ഉള്ളുവെങ്കിലും സ്ഥലമെല്ലാം കണ്ടിറങ്ങുമ്പോഴേക്കും 6-7 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ 10 മണിക്കുള്ളിൽ ചെക്ക് പോസ്റ്റിൽ വരുന്നതായിരിക്കും ബെറ്റർ. ഈ റൂട്ടിൽ 4 ഡാമുകളുടെ മുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡാമായ മൂഴിയാർ ഡാമിൽ നിന്നുള്ള വ്യൂ ആണിത്. ഡാമിൻ്റെ വീഡിയോസ് എടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ടാണ് ഡാം കാണിക്കാത്തത്. ഈ കാണുന്ന വലിയ പെൻസ്റ്റോക്ക് പൈപ്പ് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മഴ പെയ്തു തുടങ്ങിയപ്പോഴേക്കും കോട ഇറങ്ങി. നിത്യഹരിത വനമേഖലയായ ഇവിടെ കോടമഞ്ഞും മഴയുമൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ഭംഗിയിൽ കാണുന്നത്. ഇവിടെ കോടമഞ്ഞ് കൂടുമ്പോൾ ഒരു ചെറിയ വിഷയവുമുണ്ട്. ആനയുടെ സാന്നിധ്യം കൂടുതലുള്ള ഈ സ്ഥലങ്ങൾ കോട കാരണം വിസിബിലിറ്റി കുറയുന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചു പോകണം. ഇടതൂർന്ന വനം മാത്രമല്ല ഇവിടെ, ഇതുപോലെയുള്ള ഓപ്പൺ ഏരിയാസും പുൽമേടുകളാലും നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. കക്കി റിസർവയറിൻ്റെ വ്യൂ പോയിൻ്റാണിത്. കക്കിയാറിൽ നിന്നും പമ്പ ഡാമിൽ നിന്നുമാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത്. പമ്പ ഡാമിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ നീളമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ വഴിയാണ് കക്കി റിസർവോയറിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഗവിയിൽ എന്തുണ്ട് കാണാനെന്ന് ചോദിച്ചാൽ ഗവി വഴിയുള്ള യാത്രയാണ് ഈ ട്രിപ്പിൻ്റെ അട്രാക്ഷൻ. വനവും പുൽമേടും കുന്നുമൊക്കെ അധികം തിരക്കില്ലാതെ ആസ്വദിച്ച് പോകാൻ പറ്റും. വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ടൂറിസമാണ് ഇവിടെ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനും ഇവിടം പൊല്യൂട്ടഡ് ആവാതിരിക്കാനുമാകാം ഇങ്ങനെ ചെയ്യുന്നത്. ഈ റൂട്ടിലെ 2ാം ചെക്ക് പോസ്റ്റാണിത്, കൊച്ചുപമ്പ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ വണ്ടിക്ക് പാസ് എടുക്കണം. കാറിന് 85 രൂപയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് 2 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ്. ബോട്ടിങ്ങും ട്രക്കിങ്ങും ഫുഡും ഉൾപ്പെടുന്ന ഈ ഡേ പാക്കേജിന് ഒരാൾക്ക് 800 സംതിങ് ആണ് ചാർജ്. നമുക്ക് ഗവിയിൽ നിന്നും ഈ റോഡ് വഴി തിരികെ ആങ്ങമൂഴിയിലേക്ക് വരാൻ കഴിയില്ല. ഇവിടെ നിന്നും മുന്നോട്ട് പോയി ഇടുക്കി ജില്ലയിലെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ് തിരിച്ചിറങ്ങേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡേ പാക്കേജ് എടുത്തു വരുന്നവർ 1 മണിക്കുള്ളിൽ കൊച്ചുപമ്പയിലെത്താൻ ശ്രദ്ധിക്കണം. എന്നാലേ പാക്കേജിൽ വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ സമയം തികയും. ആനിമൽ സൈറ്റിംഗ് ഒക്കെ ലക്ക് അനുസരിച്ചാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു കാട്ടയെ അഥവാ ഇന്ത്യൻ വൈൽഡ് ലെഗോറിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. വണ്ടി നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു വാട്ടർ ബോഡി കണ്ടപ്പോൾ വെള്ളം കുടിക്കാൻ വരുന്ന വല്ല മൃഗങ്ങളുമുണ്ടോ എന്ന് നോക്കിയതാണ്. ഇതാ നിൽക്കുന്ന ഒരു മ്ലാവിൻ്റെ കൂട്ടം. മുന്നോട്ട് വരുമ്പോൾ ഒരു ലേക്ക് കാണുന്നുണ്ട്. കോടമഞ്ഞൊക്കെ വന്ന് മരങ്ങളുമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ കാഴ്ചകളൊക്കെയാണ് ഗവി യാത്രയുടെ പ്രത്യേകത. ഞങ്ങൾ ഗവിയിലെത്തിയെന്ന് മനസ്സിലായത് ഈ സ്കൂൾ കണ്ടപ്പോഴാണ്.
ഗവിയിൽ 1980-കളിൽ ശ്രീലങ്കയിൽ നിന്നും വന്ന ആളുകളും അവരുടെ അടുത്ത ജനറേഷനുമാണ് താമസിക്കുന്നത്. ഇവിടെ കുറേ ഏരിയയിൽ ഏലകൃഷിയുണ്ട്. അതായിരിക്കണം അവരുടെ പ്രധാന തൊഴിൽ. ഈ കാണുന്ന പോസ്റ്റ് ഓഫീസും ബാങ്കും റേഷൻ കടയും നീതി സ്റ്റോറും ഒക്കെ നിൽക്കുന്ന ഇടമായിരിക്കണം ഗവി ജംഗ്ഷൻ. ഇതിന് ചുറ്റിപ്പറ്റി കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ വന്ന വണ്ടിയാണിത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരും പറഞ്ഞിരുന്നത് ഗവിയിൽ ജീപ്പ് വിളിച്ചോ KSRTCയിലോ ഒക്കെ വേണം വരാനെന്നാണ്. ഇന്ന് ഏത് കാറിലും വരാൻ പറ്റുന്ന രീതിയിലാണ് റോഡുള്ളത്. ഈ യാത്രയിൽ പാക്കേജ് എടുക്കാതെ വരുന്നവർക്ക് കൊച്ചി പമ്പയിലുള്ള KCB ക്യാൻറ്റീനാണ് ആകെയുള്ള ഫുഡ് ഓപ്ഷൻ. പിന്നെ കൊച്ചി പമ്പ ഇക്കോ ടൂറിസം സെൻറ്ററിൽ വാഷ്റൂം ഫെസിലിറ്റീസും ഉണ്ട്. ഗവി ഡാം കഴിഞ്ഞ് 5-6 കിലോമീറ്റർ വരുമ്പോഴേക്കും ഇടുക്കി ജില്ലയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടം വരെ ഗവി ഉൾപ്പെട്ട പ്രദേശങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. പത്തനംതിട്ട ജില്ലയുടെ ഈ സൈഡിലെ ബോർഡർ ഏരിയാസാണിത്. നേരെ കാണുന്ന മലകൾക്കപ്പുറത്തായിട്ടാണ് ശബരിമല വരുന്നത്. ഈ കാണുന്ന കുന്നുകളിലൊന്നിൽ നിന്നാൽ പുല്ലുമേട് വ്യൂ പോയിൻ്റ് കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. ഇവിടുന്ന് ദൂരെയായി ഒരു ആനയോ കാട്ടയോ എന്തോ നിൽക്കുന്നത് കാണാൻ പറ്റി. പക്ഷെ ദൂരെ ആയതുകൊണ്ട് തന്നെ കോടമഞ്ഞുള്ളതുകൊണ്ടും എന്താണെന്ന് വ്യക്തമായില്ല. കഴിഞ്ഞ 2 മാസമായി ഇടവിട്ട് മഴയുള്ളതുകൊണ്ടാണ് വന്ന വഴിയിലെല്ലാം ഇത്രയും പച്ചപ്പും കോടയും കിട്ടിയത്. മുൻപ് വലിയ മഴയില്ലാത്ത സമയത്ത് വന്നപ്പോൾ ഇത്തരത്തിലുള്ള കാലാവസ്ഥ ആയിരുന്നില്ല ഇവിടെ. ഇടുക്കി ജില്ലയിലേക്ക് കടക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വള്ളക്കടവ് ഡിവിഷനിലെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെയുള്ള കാട് പോലെയല്ല. കുറച്ചുകൂടെ പുൽമേടുകൾ 2 സൈഡിലും കാണാനുണ്ട്. അങ്ങനെ പുൽമേടൊക്കെ ശ്രദ്ധിച്ചു വന്നപ്പോൾ അങ്ങ് മുകളിലായി 2 ആനകൾ നിൽക്കുന്ന കാണാൻ പറ്റി. ഈ കാണുന്ന പെരിയാർ റിവറിൻ്റെ ഭാഗവും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യാത്ര അവസാനിക്കാറായി എന്ന് ഓർക്കുന്നത്. അല്പം മുന്നിലുള്ള വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ 6 മണിക്കുള്ളിലെത്തി നേരത്തെ വണ്ടിക്കെടുത്ത പാസ് കാണിച്ചാൽ അവിടെ നിന്ന് വണ്ടി പെരിയാറിലേക്ക് ഇറങ്ങാം. നല്ല സ്ഥലങ്ങളും കണ്ട് കിടിലൻ കാലാവസ്ഥയും അനുഭവിച്ച് കുറച്ച് മൃഗങ്ങളെയും കണ്ടുകൊണ്ടുള്ള ഈ യാത്ര അവസാനിക്കുകയാണ്.